ഗായ്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സ് ഓഫ് ഡി എൻ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പാക്കിംഗ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം എന്തിനാ പാക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വെച്ച് ഞാനും ദിവ്യേണ്ണും ഭാവിയും കൂടിയിട്ട് ബാംഗ്ലൂരേക്ക് പോവാണ്. ബാംഗ്ലൂർ ചേച്ചിയുടെ വീടുണ്ട്, അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം പോകുന്നത്. മൂപ്പർക്ക് ഇപ്പോൾ 2 മാസം എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 മാസം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാംഗ്ലൂർ പോകാമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആക്ച്വലി അങ്ങനെയല്ല, ചുമ്മാ പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഞങ്ങൾ ട്രെയിൻ എത്തും. അങ്ങനെ ട്രെയിൻ എത്തി, ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി. അപ്പം AC ആയതുകൊണ്ട് തന്നെ മോളെ നന്നായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ല ഉറക്കമായതുകൊണ്ട് വേറെ വലിയ പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആളിന്ന് സീറ്റിൽ കിടത്തിയായിരുന്നു. അപ്പോഴത്തേക്കും ആൾ നല്ല ആക്റ്റീവായി, എന്താ പറയുക, കളിയൊക്കെ തുടങ്ങിയായിരുന്നു. ആളെയും കൊണ്ടുള്ള ഫസ്റ്റ് യാത്രയായതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു വലിയൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. എല്ലാം വരുന്ന പോലെ കാണാമെന്നുള്ളൊരു ഇതിലായിരുന്നു എൻ്റെ മൈൻഡ് ഉണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല, സെറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ആ ഇടയ്ക്ക് ഞങ്ങളൊരു കേക്കെല്ലാം എടുത്ത് കഴിച്ചു. അങ്ങനെ രാത്രിയായി കേട്ടോ. രാത്രിയായിട്ട് എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങളുടെ വിശപ്പ് മാറിയില്ല. ഞാനും ദിവ്യേണ്ണനും കൂടിയിട്ട് എന്തൊക്കെയോ കയ്യിലുള്ളതൊക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. രാവിലെ ഒരു 6-6:30 ആ സമയത്താണ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത്. ഇനി വൈശാഖേട്ടൻ വന്നിട്ട് ഞങ്ങളെ കാറിൽ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഫൈനലി വൈശാഖേട്ടൻ്റെ കാറ് വന്നു കേട്ടോ. ഇനി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നേരെ കാറിൽ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ ക്ലൈമറ്റ് നല്ല രസമുള്ളതുകൊണ്ട് തന്നെ എന്താ പറയണ്ടേ, പുറത്തേക്കൂടെ നടക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈശാഖേട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളുടെ ആദ്യത്തെ യാത്രയാണ്, കംഫർട്ട് ഉണ്ടാവുമോ, അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ക്ഷീണമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടാവുമായിരുന്നു. ഒന്നാമത് AC ആയിരുന്നു, അതായിരുന്നു എൻ്റെ ഒരു വലിയൊരു ടെൻഷൻ. പക്ഷേ ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, ആൾ വളരെ ഹാപ്പി ആൻഡ് ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ നേരെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ചേച്ചിയും ചേട്ടനും മിച്ചും മിയാരിയും ഞാനും ദിവ്യേണ്ണനും എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയത്. അപ്പം മിച്ചൂസ് എൻ്റെ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോ എടുത്തിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെ ഞാനും ദിവ്യേണ്ണൻ്റെ ഭാവി ഇതാ ഇപ്പുറത്തെ സൈഡിലിരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ്. അപ്പം വെറുതെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയം എടുക്കും എന്തായാലും വരാൻ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ദെൻ നമ്മുടെ ഫുഡ് എത്തി. പലതാണ് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റി. നോർമലായിട്ട് മന്തിയും ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ദിവ്യേണ്ണ ഒരു വെറൈറ്റി സാധനമാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ പേര് എന്നോട് വിട്ടുപോയി. എന്തായാലും സംഭവം കൊള്ളായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു. അതിൻ്റെ പേര് പക്ഷേ എനിക്ക് ഓർമ്മയില്ല. എനിവേ ഫുഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ആപ്പൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം ആപ്പൻ്റെ വീട്ടിലെത്തി മുകളിൽ പോയപ്പം അവിടെയുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഏകദേശം സമയം ഒരു വൈകുന്നേരം ആയിട്ടുണ്ടാകും. അപ്പം ആ ഒരു ടൈമിലെ ഒരു കാഴ്ചയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു മുകളിൽ കയറാൻ കുറച്ച് റിസ്ക് ആയിരുന്നു, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, ഈസി ആയിരുന്നു മുകളിൽ കയറാൻ. അങ്ങനെ ഞാനും ഏച്ചിയും വാവി എല്ലാവരും കൂടിയിട്ട്, വാവി മീൻസ് മിച്ചും മിയാരെയും കൂടിയിട്ട് മുകളിൽ കയറാൻ നിന്നു. ആ സമയത്ത് എൻ്റെ ബേബി താഴെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല, പോയിട്ട് വേഗം വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി. മുകളിലേക്കുള്ള കയറ്റം കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ റിസ്ക് ഒന്നും തോന്നിയില്ല. പക്ഷെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ചെറിയതായിട്ടൊരു പേടി വന്നതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി ആ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാനും ഏട്ടനും എല്ലാവരും ക്യാമറ ഓണാക്കി. നല്ല രസമുണ്ടല്ലോ ഒന്നത് കാണാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത്. എന്താ പറയുക, എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ വേറെ തന്നെ ഒരു സന്തോഷം എന്ന് പറയില്ല, അതുപോലെയായിരുന്നു. Game face on when I chase like that. Yeah, I play so strong with a knife in the back. I'ma swing home run like a baseball bat. Gonna see me rise, you can hate on that. I don't play both sides, doing me no cap. I'ma ride or die for my dreams on tap. I'ma fly real high, you ain't see me slack. No, it's not how you fall, it's how you get right back up. That's how you get tough. Calluses. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പിന്നെയും പുറത്തേക്ക് പോയി. അപ്പം മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പം എല്ലാവരും മന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ആപ്പനും ആപ്പിയും ചേച്ചി ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. അപ്പം ആളുവെച്ച് ഇന്ന് പോവുകയാണ് തിരിച്ച് ഗൾഫിലേക്ക്. അപ്പോൾ ചേച്ചീനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോയി. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയായിരുന്നു, കാണാൻ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ വാവ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടൊക്കെയാണ് നടന്നത്. എന്തായാലും എയർപോർട്ടിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങനെ ചേച്ചി അകത്തേക്ക് കയറിപ്പോയി. ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെ ചേച്ചിനെ യാത്രയാക്കിയ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു.
ദെൻ പിറ്റേന്ന് പകൽ മുഴുവൻ ബോറടിച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചൊന്ന് പുറത്ത് പോകാമെന്ന്. അങ്ങനെ ഏകദേശം ഒരു രാത്രി ആയിട്ടുണ്ടാകും സമയം. ഞങ്ങൾ ഓട്ടോയിൽ എല്ലാവരും കൂടി അടുത്തുള്ള മാളിലേക്ക് പോകാൻ നിന്നു. അപ്പം മാളിൽ പോയിട്ട് ജസ്റ്റ് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ ഇരുന്നപ്പം കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ പാസ്തയും പിന്നെ മോമോസൊക്കെയാണ് ഓർഡർ ചെയ്തത്. എനിവേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ പിറ്റേന്ന് രാവിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. എൻ്റെ മോള് നല്ല ഉറക്കത്തിലാണ്. പക്ഷേ ഇന്നും ഞങ്ങൾക്ക് പുറത്ത് ചെറിയൊരു പരിപാടിയുണ്ട്. വൈശാഖട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് ഓണം സെലിബ്രേഷനാണ്. സോ ഞങ്ങൾ റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ എത്തി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളും നല്ല സദ്യയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗെയിംസിലൊന്നും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് അവിടെ നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അതൊക്കെ കണ്ടു. ദെൻ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നല്ല അടിപൊളി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബാബ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മോൾ നല്ലോണം അഡ്ജസ്റ്റബിൾ ആയിരുന്നു. അതിനുശേഷം ഞാൻ ചുമ്മാ ഒന്ന് ചുറ്റുപാടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ ഞാനത് വീടിനൊക്കെ ഇങ്ങനെ നടന്നു. Game face on when I chase like that. Yeah, I play so strong with a knife in the back. I'ma swing home run like a baseball bat. Gonna see me rise, you can hate on that. I don't play both sides, doing me no cap. I'ma ride or die for my dreams on tap. I'ma fly real high, you ain't see me slack. No, it's not how you fall, it's how you get right back up. That's how you get tough. Calluses on my hands so rough, yeah, I call your bluff. I'm not the one, mess with me and come out with none. Cause I'm so done, you had your fun. അങ്ങനെ അവിടെ നിന്ന് ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്ന് തന്നെ ഞങ്ങൾ രാത്രിയത്തെ ട്രെയിനിൽ നാട്ടിലേക്ക് പോവാണ്. ഇനി അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം വീട്ടിലെത്തിയിട്ട് ബാഗൊക്കെ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കണം. സോ സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല. സോ ഇവിടെ വെച്ചിട്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇത്രയും നേരം നിങ്ങൾ കണ്ടതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.